നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാളു ഒന്നും കഴിക്കുന്നില്ല മഹി. നേഴ്സ് ട്രിപ്പ് ഇടാ. ഗംഗേ, നീ വേഗം അകത്തേക്ക് ചെല്ല്. ഗംഗയെ കണ്ട മാളുവിന്റെ മോശം എല്ലാം തീരും. ചെല്ല്. നിങ്ങളോട് പുറത്ത് നിൽക്കാനല്ലേ പറഞ്ഞത്? ഞാൻ ഗംഗയാ. മാളുവും എന്നെ കാണാനാ വാശി പിടിച്ചത്. ഓ, നിങ്ങളാണോ ഗംഗ? പാവം മോള് നിങ്ങളെ തന്നെ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം മയങ്ങിയതേ ഉള്ളൂ. കൈ അധികം അനക്കാതെ ശ്രദ്ധിച്ചോളണേ. ഗംഗേ, മാളു, എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയത്? ഞാൻ പോയതല്ലോ, എന്നെ പറഞ്ഞു വിട്ടതല്ലേ. ഇപ്പൊ തിരിച്ചു വിളിച്ചില്ലേ? ഇനി ഒരിക്കലും എന്റെ അടുത്തുനിന്ന് പോവരുത്. ഇല്ല, ഇനി ഒരിക്കലും പോവില്ല. പക്ഷെ മാളു ഭക്ഷണം കഴിക്കണം. ഗംഗ എനിക്ക് വാരി തരുവോ? അതിനെന്താ, തരാലോ. അമ്മേ, മാളുവിനെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്കൊന്നും നേടാനില്ല. മറ്റൊരാളുടെ സന്തോഷത്തിനു വേണ്ടി മാളുവിനെ കരയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവള് കുട്ടിയാ. ഗൗരിയാണ് അവളുടെ അമ്മയെന്ന് അവൾക്കറിയാം. സ്വന്തം അമ്മയുടെ ഓർമ്മകൾ നശിപ്പിക്കാൻ അവൾ ഒരിക്കലും സമ്മതിക്കില്ല. എല്ലാവരും മാളുവിന്റെ ഇഷ്ടം എതിർത്തപ്പോ അവൾക്കൊപ്പം ഗംഗ മാത്രമാണ് നിന്നത്. അതാ ഗംഗ പോയപ്പോ മാളുവിന് സങ്കടം താങ്ങാൻ പറ്റാതെ വന്നത്. ആ, ഗംഗ വന്നല്ലോ, ഇനി എല്ലാം ശരിയായിക്കോളും. കഞ്ഞിയാ കഴിക്കേ. ആ മോള് നന്നായിട്ട് ഭക്ഷണം കഴിച്ചാ നമുക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകാൻ പറ്റും കേട്ടോ. ആ ഗംഗ തിരിച്ചു വന്നോ? ഗംഗയെ വിളിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ മഹിയേട്ടാ.
ഗംഗ വന്നപ്പോ മാളുവിന്റെ അസുഖം മാറിയത് കണ്ടോ? എനിക്കങ്ങ് എന്റെ മുറിയിൽ കിടന്നാ മതി. മാള് പറയുന്ന പോലെ കേട്ടോളൂ. എങ്ങനെ ഇനി മാളുവിന്റെ കൂടെ നിന്നോ? ഈ ബാഗും മാളുവിന്റെ മുറിയിൽ തന്നെ വെച്ചോ. വാഗെങ്ങേ നമുക്ക് മുറിയിലേക്ക് പോവാം. മാളുവിന് കൂടെ വേണ്ടത് ആരെയാണെന്ന് മഹിയേട്ടന് ഇപ്പം മനസ്സിലായില്ലേ? ശ്രേയയല്ല, ഗംഗയായി ഇനി എന്നും മാളുവിന്റെ കൂടെ ഉണ്ടാവേണ്ടത്. ഇക്കാര്യത്തിൽ മറ്റൊരു തീരുമാനം എടുക്കാൻ മഹിയേട്ടൻ ആരെ അനുവദിക്കരുത്. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഞാനിവിടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിലൊക്കെ ഒന്ന് ഇടപെട്ടുകൂടായിരുന്നോ? ഇടപെട്ടിട്ട് എന്ത് പ്രയോജനം ഉണ്ടാവാനാ? അത് ശരിയാളിയാ. ഗംഗയെ പുറത്താക്കാൻ കൂട്ടുനിന്നിരുന്നെങ്കിൽ ഇപ്പോ നമ്മൾ ശരിക്കും ചമ്മിപ്പോയേനെ. പോയതിനേക്കാൾ ഇരട്ടി സ്പീഡിലാ അവള് തിരിച്ചു വന്നത്. ഗംഗ തിരിച്ചു വരാൻ കാരണം മാളുവാ. പക്ഷെ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ ഗംഗ കുറച്ച് പാടുപെടും. അതെന്താ അളിയാ? ഈ വീട്ടിൽ ഇനി അവൾക്ക് ശത്രു കൈലാസത്തിൽ ദേവയാനിയാ, നമ്മുടെ അമ്മ. അമ്മയെ മറികടന്ന് അവൾക്ക് എത്ര നാൾ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. മാളു ഗംഗയെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും നാൾ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ കാര്യമൊന്നുമില്ല. മാള് കൊച്ചല്ലേ, അവളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ മാറാൻ അധിക സമയമൊന്നും വേണ്ട. ശ്രേയയും ഹൈമവതി ആന്റിയും പഠിച്ച പണി 18 പയറ്റിയിട്ട് നടക്കാത്ത കാര്യ അവൾ ഒറ്റയ്ക്ക് ചെയ്തത്. ആ ഗംഗ ഒരു ഇത്തിൽ കണ്ണിയാ രാഹുൽ. അത്ര പെട്ടെന്നൊന്നും പറിച്ചു മാറ്റാൻ പറ്റില്ല. നമ്മുടെ ലക്ഷ്യം ഇതൊന്നും അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലൊന്നും കാര്യമായിട്ട് ഇടപെടാത്തത്. മഹി ആരെ കല്യാണം കഴിച്ചാലും സ്വത്തുക്കൾ നമ്മുടെ പേരിലാവണം. അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശ്രേയയും ഹൈമവതി ആന്റിയൊന്നും എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. ഞാൻ ഈ കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. കല്യാണം കഴിയുമ്പം അവർ കാലുമാറിയാ നമ്മൾ പെരുവഴിയിലാവും. ഓ, എന്നാലും മഹിയുടെ അമ്മ ചെയ്തത് വല്ലാത്തൊരു ചെയ്ത്തായി പോയളിയാ. ലോകത്തെങ്ങുമില്ലാത്ത ക്ലോസ് വെച്ച് വിൽപത്രം ഉണ്ടാക്കിയിട്ടല്ലേ തട്ടിപ്പോയത്. നമ്മളെക്കാൾ കുരുട്ട് ബുദ്ധി അവർക്കുണ്ടായിരുന്നതുകൊണ്ടാ അന്നേ അവരങ്ങനെ ചെയ്തു വെച്ചത്. അതുകൊണ്ടെന്താ നമ്മൾ ഇന്നും ഈ വീട്ടിൽ ആശ്രിതരായിട്ട് കഴിയേണ്ടി വരുന്നത്? ഇതിനെല്ലാം ഒരു അവസാനം ഞാൻ ഉടനെ ഉണ്ടാക്കും. എങ്ങനെ? ചില കണക്കൂട്ടലുകൾ എന്റെ മനസ്സിലുണ്ട്. സമയമാകുമ്പോ ഞാനത് പറയാം. കിട്ടുന്നതെല്ലാം നമുക്ക് പപ്പാതിയാ. അക്കാര്യത്തിൽ നമ്മൾ തമ്മിൽ അവസാനം ഒരു പ്രശ്നം ഉണ്ടാവരുത്. അങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.